അശ്വന്റെ കോലയിടലാണ് ഇവിടെ നടക്കുന്നത്. കോൺസെൻട്രേഷൻ പോകുന്നു. അപ്പൊ നമ്മൾ രാവിലെ 6 മണിയായപ്പോൾ മഹാബലിപുരത്തിന് ഇറങ്ങിയേക്കുവാണ്. ഇന്നലെ രാത്രി 12 മണിക്കാണ് വന്ന് കടന്നത്. എന്നാലും കുഴപ്പമില്ല, സൺറൈസ് കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. മഹാബലിപുരത്തിന്റെ കവാടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഒരു കിലോമീറ്ററും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ എൻട്രി ഫീ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്, പാർക്കിംഗ് ഉണ്ടോ അതിനകത്ത്? അപ്പോൾ നമ്മൾ മഹാബലിപുരത്തെത്തി. ഇവിടെ ഫസ്റ്റ് ഷോർ ടെമ്പിൾ അല്ലേ, തീരത്തിൻ്റെ അടുത്തുള്ള ഒരു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള 32 ഒരെണ്ണം ഇതാണ് കേട്ടോ, നമ്മുടെ മഹാബലിപുരത്തുള്ള. ഇതാണ് ഇവിടുത്തെ അഡ്മിഷൻ ടിക്കറ്റ് കൗണ്ടർ. ഇതുണ്ടോ ഈ സംഭവം? ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഓൺലൈൻ എടുക്കാം, അല്ല ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പൈസ കൊടുത്തിട്ട്. പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ്, ലിക്വിഡ് മണി കൊടുക്കണം, ഗൂഗിൾ പേ ഇല്ല. പിന്നെ ഇവിടെ ഡ്രോണോ അലൗഡല്ല, വലിയ വീഡിയോ ക്യാമറ അലൗഡല്ല, അങ്ങനത്തെ സാധനമൊന്നും അലൗഡല്ല. ഇത് ശരിക്ക് നമ്മൾ കംബോഡിയ പോയില്ലേ, കംബോഡിയ പോയപ്പം അവിടെ കണ്ട അമ്പലങ്ങളുടെ ആ ഒരു ആർക്കിടെക്ചർ പോലെ കേട്ടോ ഇവിടെ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ അങ്കൂർവാട്ട് പോയില്ല കംബോഡിയയിൽ, അതേപോലത്തെ ഒരു ടെമ്പിളാണ് ഇതും. ഇവിടെയും അതേപോലെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നിട്ട് ലാസ്റ്റ് ടെമ്പിള്. ഇതിപ്പോൾ ഈ മഹാബലിപുരത്ത് ഈ സ്ഥലങ്ങളിങ്ങനെ ചെതറി കിടക്കുകയാണ് കുറേ സ്ഥലത്തായിട്ട്. അതിലൊരു ടെമ്പിളാണിത്. ഇനി വേറെ സ്ഥലത്തായിട്ട് ഇവിടെ നമ്മൾ പോകണം, എന്നാലാണ് അടുത്ത ടെമ്പിൾ എത്തുള്ളൂ. ഈ ഒരു ടെമ്പിൾ ശരിക്കും ഉണ്ടോ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ്, നേരെ സൈഡിലാണ്. നേരെ അപ്പുറം ബീച്ച്. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞത് ആൾക്കാർ പറന്ന് വരുന്നുണ്ട്. ഈ അമ്പലം നോക്കി, ഇവിടെയൊക്കെ പാറ കുറേ ഭാഗം താഴോട്ടാട്ടോ ഇറങ്ങി വന്നിട്ട് പിന്നെ ഇങ്ങനെ കയറി വരുന്നു. ഈ ഒരു സ്ഥലത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നോക്ക്, അത് എന്നിട്ട് പൊട്ടിച്ചാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അതും എത്രയോ കാലം മുമ്പ്. ഇപ്പോൾ ഉള്ള ആൾക്കാർ വരെ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കണമെങ്കിൽ എന്തൊരു ടൈം എടുക്കും. അപ്പം അന്ന കാലത്ത് അതിനുള്ള എക്യുപ്മെൻസും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് കാർവ് ചെയ്ത് ഇങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോൾ എന്താല്ലേ, ഒരു കിണറോ എന്തുകൊണ്ട് ഇവിടെ കുളമാണെന്ന് തോന്നുന്നത്. എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത്. മാരകമായ പാറക്കല്ലുകളാണ് ഇവിടെ. ഇവിടെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ എൻട്രി. പണ്ട് കാലത്തെ ബാത്ത് ടബാന്ന് തോന്നുന്നു. ഉള്ളിലൊക്കെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പകുതി വരെ വന്നിട്ട് നിർത്തിപ്പോയ പോലെ ഉണ്ട്. ഈ ഒരു മതിലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പകുതി വരെ ചെയ്തിട്ട് നിർത്തിപ്പോയ പോലെ. ഇതിൻ്റെ ഉള്ളിൽ പണ്ട് കയറ്റി വരുന്നു തോന്നുന്നു. ആൾക്കാർ കയറി എന്തോ ഉണ്ടല്ലോ അതിനകത്ത്. മാർബിൾ പോലത്തെ എന്തൊരു സാധനം, എന്താണെന്തോ. ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ എന്തോ ബുദ്ധനോ എന്തോ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള. അത്യാവശ്യം വലിയൊരു അമ്പലം കേട്ടോ അത്. കണ്ടത് പക്ഷെ മൊത്തം അടിപൊളിയായിട്ട് സെറ്റ് വെച്ചിട്ടില്ല. ഒരു കംപ്ലീഷൻ വരാത്ത പോലത്തെ ഒരു ഫീല്. പാറമംഗോളിൽ കൂടെ കയറി അപ്പുറം പോയി സർഫിംഗ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാണ് അവിടേക്ക്. ഇവിടേക്ക് ഇങ്ങനെ നീന്തി പോവും, എന്നിട്ട് തിരിച്ച് സർഫ് ചെയ്ത് വരും. നോക്കാം നമുക്ക് ആരെങ്കിലും വരുമോന്ന്. പുള്ളി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്, നോക്കാം. യെസ്, അയ്യടാ പോയി. യെസ്, ഫൈനലി പ്രതീക്ഷിക്കുന്ന വേവ് വന്നിരിക്കുന്നു. ഗോ. അയ്യടാ മുന്നിപ്പോയി, അത് അടിയിൽ പോയി. ഈ ഷോർ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബീച്ചാണിത്. ഇവിടെ കുറേ പേര് സർഫ് ചെയ്യുന്നുണ്ട്.
ഞാൻ പോയി ഇവരോട് ചോദിച്ചു, ഇതൊന്നും ഇന്ത്യക്കാരല്ല കേട്ടോ, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ജപ്പാനീസ് ആൾക്കാരാണ്, അവർ ഹോബിക്ക് സർഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ കുറേ സർഫിങ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരാൾക്ക് 2 മണിക്കൂറിന് 1600 രൂപയാണ് പറഞ്ഞത്. 1600 കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് സർഫ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇഡിലൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡോഗിക്കുട്ടനും വന്നു കളിക്കാൻ വേണ്ടി. പിന്നെ പുള്ളിക്കാരൻ നേരത്തെ കടലിൽ ചാടി ഈ കളിയായിരുന്നു, തിരമാലേനെയൊക്കെ കടിച്ചുകൊണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലായിട്ട് നടന്നു. ഞങ്ങൾ ഓട്ടോയൊന്നും പിടിച്ചില്ല കേട്ടോ, നേരെ നടന്നാണ് പോയത്. മൊത്തം സ്ഥലവും നടന്ന് കാണണമെന്ന് വിചാരിച്ചാണ് നടക്കുന്നത്. പോകുന്ന വഴിക്ക് വഴിയിലൊക്കെ ഇതാ കംപ്ലീറ്റ് ആവാത്ത കുറേ കൊത്തുപണി കാണാം. നെക്സ്റ്റ് നമ്മൾ നേരെ ഫൈരദാസിലോട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ ഇപ്പം കല്ലിലിങ്ങനെ കൊത്തുപണികൾ ചെയ്യുന്ന ഒരുപാട് കുറേ വിഗ്രഹങ്ങൾ പോലത്തെ അല്ലെ പ്രതിമകൾ പോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്തില്ലേ, ആ ഒരു ഒറ്റ ടിക്കറ്റ് കൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ആ ടിക്കറ്റ് കളയാണ്ട് വെക്കണം. എന്നിട്ട് ഓരോ സ്ഥലത്ത് കയറുമ്പോൾ അവിടെ സീലടിച്ച് തരും. ഓരോ സ്ഥലത്തും വേറെ വേറെ കളറുള്ള സീലായിരിക്കും. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഫൈരദാസിലാണ്. ഈ ഫൈരദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാണ്ഡവരില്ലേ, അവരുടെ 5 പേരുടെ രഥങ്ങളാണ് ഈ കാണുന്നത്. അർജുനൻ്റെയും ഭീമൻ്റെയും അങ്ങനെ എല്ലാവരുടെയും. അതിൽ ഈ നടുക്ക് കാണുന്ന ഏറ്റവും വലിയ രഥമാണ് ഭീമൻ്റെ. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും വീക്കെൻഡ് പോവാതെ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിച്ച് എല്ലാം കണ്ടുവരാം. അല്ലെങ്കിൽ ഇതുപോലെ ഫുൾ ആൾക്കാരായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി ഓരോ കരിക്കും കുടിച്ച് അടുത്ത സ്ഥലത്തേക്ക്. ഇനി ഒരു പാറേൻ്റെ മുകളിലായിട്ടാണ് കയറാൻ പോണേ. അതിൻ്റെ മുകളിലൊരു വാച്ച് ടവറും പിന്നെ ആ പാറേൻ്റെ മുകളിൽ ഒരു അമ്പലം പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഉള്ളതിൽ വെച്ച് അത്യാവശ്യം ഹൈറ്റുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ നമ്മുടെ കടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വലിയ പാറേൻ്റെ ചുറ്റും അല്ലെങ്കിൽ ചോട്ടിക്കൂടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കുത്തിവെച്ച സ്ഥലങ്ങളുണ്ട്. കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ മലേൻ്റെ മുകളിൽ ഇങ്ങനെ വലിഞ്ഞു കയറി ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അങ്ങനെ വലിഞ്ഞു കയറിയ ഒരു മലയാണ് ഈ കാണുന്നത്. ഇവിടെ കയറാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക്കാണ് അതിൽ കയറിപ്പോരൽ. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ജനൽ പോലെ ഓട്ടയൊക്കെ വെച്ചിട്ട് അതിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം നമുക്ക് ടവർ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ കണ്ട ഒരു പാറേൻ്റെ മുകളിൽ അശ്വനെയും കയറ്റി നിർത്തി മോഡലാക്കിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഫ്രെയിമായിരുന്നു അവിടെ. നമ്മൾ വന്ന ഈ മഴക്കാലത്തിൻ്റെ ഈ ടൈമിൽ തന്നെ ഇവിടെ കുറേ നടന്നപ്പോൾ മടുത്ത് പണ്ടാരടങ്ങി. അപ്പോൾ വേനൽക്കാലത്തൊന്ന് ആലോചിച്ച് നോക്ക്, പുഴുങ്ങും ഇവിടെ വന്നാൽ. ബാലിയിൽ എല്ലാവരും പോയി ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമല്ലേ, അതുപോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതും. അങ്ങനെ ഒരു വാതിൽ പോലെ ഒരു സ്ഥലം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻ്റ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ് ഇത്. കണ്ടോ, ഇതൊരു ബാത്ത്, അതായത് ഒരു പോണ്ട് പോലത്തെ സ്ഥലമാണ് ഒരു പാറേൻ്റെ മുകളിൽ. അതിൽ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ ഇതാ നോക്ക്. ഫുള്ള് കുപ്പിയും അലമ്പ് സാധനങ്ങൾ കൊണ്ടിട്ടേക്കുന്നത്. അതും ഇതിൻ്റെ മുകളിൽ കയറി ആരതിനകത്ത് കൊണ്ടുവിടാൻ അത്രയ്ക്ക് ഇതുള്ള ആരൊക്കെ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ കുറേ അവതാരങ്ങൾ. നമ്മുടെ മോദിജിയും പിന്നെ ചൈനീസ് പ്രസിഡൻറ്റും ഇവിടെ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കല്ലിൻ്റെ മുമ്പിലൊക്കെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസ് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് അട്രാക്ഷനാണ്. ഒരു വലിയൊരു പാറ, അത്
എങ്ങനെ ഇപ്പം വീഴും എന്ന് പറഞ്ഞിട്ട് ഒരു ചെരിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. അതിങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് തള്ളുന്നതൊക്കെ കാണാം. പക്ഷെ അതങ്ങനെ താഴോട്ട് പോകില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു എർത്ത് കോയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചമ്മന്തി ആയി പോവില്ല മുമ്പിലുള്ള ആൾക്കാർ. നമ്മളെന്തായാലും രാവിലെ ഒരു 6 മണിക്ക് വന്നിട്ട് ഒരു ഉച്ച 12 മണിയൊക്കെ കഴിയാറായപ്പം ഇവിടുന്ന് പയ്യെ ഇറങ്ങി. നമ്മൾ വന്നപ്പോൾ വലിയ ആൾക്കാരെയൊന്നും കണ്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ നോക്ക്, ഒടുക്കത്തെ തിരക്കായിട്ടുണ്ട്. എല്ലാ കട ആക്റ്റീവായി. നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഫുള്ള് ക്രൗഡായി. പിന്നെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇത് കുറേ കാലത്തിന് ശേഷം നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി മനുവിൻ്റെ കൂടെ പോവാണ് കേട്ടോ. പണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പണ്ട് കോളേജിൽ നിന്ന് കളിച്ചാ. തിരിച്ചു പോവുകയാണ് ഗൈസ്. വളരെ വേദനയോടെയും വിഷമത്തോടെയും ചെന്നൈയെ വിട്ട് പിരിയുകയാണ്.